ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ റാഷണൽ നമ്പേഴ്സിലെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ് നോക്കുന്നത്. അതിൽ റാഷണൽ നമ്പേഴ്സ് ബാക്കിയെല്ലാം നമ്മൾ ചെയ്തു. ഇൻറ്റീജേഴ്സും ഹോൾ നമ്പേഴ്സും ഒക്കെ ചെയ്ത് നോക്കിയതാണ്. അതിൽ സബ്ട്രാക്ഷനാണ് നോക്കുന്നത്. ഏതായിരിക്കും നമ്മുടെ എ മൈനസ് ബി മൈനസ് സി ഇസിക്വൽ എ മൈനസ് ബി മൈനസ് സി. അതായത് സെക്കൻഡ് ആൻഡ് തേർഡ് തമ്മിൽ ആദ്യം ചെയ്തിട്ട് ഫസ്റ്റുമായിട്ട് കാൽക്കുലേഷൻ നടന്നാലും ഫസ്റ്റ് 2 ചെയ്തിട്ട് തേർഡുമായിട്ട് പിന്നെ കാൽക്കുലേഷൻ നടന്നാലും സെയിം കിട്ടണം എന്നാണ് പറയുന്നത്. കിട്ടുമോ നമുക്ക് നോക്കിയാലോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. -2/3 -4/5 -1/2. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് പോലെ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യാം. ഓക്കെ മക്കളെ, -2/3 മൈനസ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്റർ വ്യത്യാസമാണ്, 5ഉം 2 ആണ്. നമ്മൾ സാധാരണ എന്തായാലും ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ചെയ്താൽ മതി, ഡിനോമിനേറ്റർ സെയിം ആക്കാൻ. ഇവർ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ. പക്ഷേ ഇതെല്ലാ കേസിലും പറ്റും. പക്ഷേ എന്താണെന്നറിയോ, വലിയ സംഖ്യകൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ ഒക്കെ വലുതായിപ്പോകും. അതായത് ഇപ്പൊ -4/25 ഒന്നും 1/35 ഒന്നും ആണെങ്കിൽ ഇങ്ങോട്ടും കാൽക്കുലേഷൻ എളുപ്പമാണ്. പക്ഷെ നോക്കിയാൽ 25ഉം 35ഉം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വലിയൊരു സംഖ്യ വരും. നിങ്ങളുടെ കാൽക്കുലേഷനൊക്കെ ഒത്തിരി സമയം കളയേണ്ടി വരും. ഇല്ലേ, നമുക്ക് സമയമില്ല. അപ്പൊ നമ്മള് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാക്സ് ചെയ്ത് തീർക്കണം. അപ്പൊ നമ്മള് പുതിയ മെത്തേഡുകളൊക്കെ അറിയാവുന്ന മെത്തേഡാണ്. അനദർ മെത്തേഡ് ഞാൻ പറയാം. 5ന്റെ നമ്മുടെ ഡിനോമിനേറ്റേഴ്സ് ആയ 5ന്റെയും 2ന്റെയും LCM എടുക്കാം. 5നും 2നും കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. രണ്ടുപേരെ ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 10 ആണല്ലോ. 5 × 2 10. അതായിരിക്കും നമ്മുടെ പുതിയ ഡിനോമിനേറ്റർ. അപ്പൊ നമ്മുടെ ആദ്യം എടുക്കുവാണേ. പഴയത് 5നോട് എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടും? 2. ആ 2വിനെ നമ്മൾ അവരുടെ ന്യൂമറേറ്റർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവരുടെ ന്യൂമറേറ്റർ എത്രയാണ്? -4 × 2 എത്ര വരും മക്കളെ? -8 അല്ലേ? 4 × 2 8, മൈനസും പ്ലസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ്. അപ്പൊ അവിടെ എത്ര കിട്ടി? -8. നമ്മുടെ ഇവിടുത്തെ സൈൻ കൊടുത്തു. പുതിയ ഡിനോമിനേറ്റർ 10 എഴുതി. ഇവിടെ 2 ആണ്. 2 × 5 ആണ് 10. ആ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എത്ര വരും? 5. കേട്ടോ, ഇത് മനസ്സിലായല്ലോ. ഡിനോമിനേറ്ററിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പുതിയ ഡിനോമിനേറ്റർ കിട്ടുമോ നോക്കും. ആ സംഖ്യയെ അവരുടെ ന്യൂമറേറ്റർ വെച്ച് മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യാറുണ്ടോ? ഇല്ല. അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് കേട്ടോ. അത് ഏതിന്റെ കേസിലും -2/3 എഴുതി മൈനസോ. ഇവിടെ അഡിറ്റീവ് ഇൻവേഴ്സ് ചെയ്യാൻ പോണേ. വർക്ക് വ്യത്യാസമുണ്ടോ? ആദ്യം കിടക്കുന്നവർക്ക് ഇല്ല, ഇവിടെ തൊട്ട് മാറും. ഈ മൈനസ് എന്നാകും പ്ലസ്. ഇത് +5 ആയിരുന്നു, ഇത് -5/10. നോക്കിയേ, -2/3 അതുപോലെ എഴുതി. ഈ സൈൻ മൈനസ് ഇട്ടു. ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. ഡിനോമിനേറ്റർ സെയിം ആയിട്ട് എഴുതി. ന്യൂമറേറ്റർ തമ്മിൽ രണ്ടും മൈനസ് ആണ്. -8 -5 രണ്ടും മൈനസ് ആയിട്ട് ആഡ് ചെയ്യും. 13 എന്നിട്ട് എന്നാ സൈൻ കൊടുക്കും? മൈനസ്. ഇത്രയായില്ലേ? ഓക്കെ. പിന്നെ ഇവിടെ അടുത്തത് വന്നു -2/3 -13/10. ഇവിടെ ഡിനോമിനേറ്റർ വ്യത്യാസം. ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പൊ 3ക്കും 10നും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല. അവരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. 3 × 10 എത്രയാണ് മക്കളെ? 30. അതാണ് നമ്മുടെ പുതിയ ഡിനോമിനേറ്റർ. 30 എടുത്തു. 3 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 30 കിട്ടും? 10. ഇങ്ങനെ നോക്കിയാൽ മതി. ഇവരും കൊണ്ട് ഇത്ര കിട്ടും. 3യെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 10നെ 2, വെറും 2 അല്ല, -2 × 10 എത്ര വരും? -20. നമുക്കറിയാം മൈനസും പ്ലസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ്. ഓക്കെ, പിന്നത്തെ സൈൻ മൈനസ്. ഇവിടെ 10 ആണ്. എത്രയാക്കണം? 30 ആക്കണം അല്ലേ? 30 നമ്മുടെ പുതിയ ഡിനോമിനേറ്റർ. എത്രയാ? 10 × 3 ആണ് 30. ആ 3യെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അവരുടെ ന്യൂമറേറ്റർ കൊണ്ട്. എത്രയാണ്? 39. വെറും 39 ആണ് മക്കളെ. -39 ആണ്. അതായത് -13 × 3 ആണ്. കണ്ടോ? തീർന്നോ? ഇല്ല, സബ്ട്രാക്ഷനാണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. കണ്ടോ, ഇത് സബ്ട്രാക്ഷൻ ചെയ്യാൻ വന്നിരിക്കുന്നു. നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് കാണണം. അപ്പൊ -20/30 ഇവിടെ തൊട്ട് മാറുമല്ലേ? മൈനസ് പ്ലസ് ആകും. ഇത് -39 ആയിരുന്നു, +39/30 ആയി. ഡിനോമിനേറ്റർ സെയിം ആയ, എളുപ്പമായി. 30 എഴുതി. -20 +39. പ്ലസും മൈനസും വന്നാൽ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ സൈൻ. വലുത് 39 അല്ലേ? അപ്പൊ നമുക്ക് എന്നാ കിട്ടി?
19/30 എന്ന് കിട്ടും. ഫസ്റ്റ് പാർട്ട് ചെയ്തേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇനി നമുക്കിത് എന്ത് ചെയ്യണം? തിരിച്ച് ചെയ്യാം. ഏത്? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ബ്രാക്കറ്റ്, തേർഡ് എന്നിട്ട് ലാസ്റ്റ്. ഇത് തന്നെ കിട്ടുമോ നോക്കാം. മുമ്പത്തെ പോലെ ഫസ്റ്റും സെക്കൻഡും ചെയ്യണം. ഇതേപോലെ തന്നെ ഡിനോമിനേറ്റർ സെയിം ആക്കണ്ടേ? 3, 5 ഡിനോമിനേറ്റർ ഉണ്ടോ? കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 3 ഉം 5 കൂടെ മൾട്ടിപ്ലൈ 3 × 5 15. അപ്പൊ നമ്മുടെ പുതിയ ഡിനോമിനേറ്റർ കിട്ടി 15. മനസ്സിലാകുന്നില്ല? ഇതാണ് ഫോളോ ചെയ്ത് പോയാൽ മതി മക്കളെ, മനസ്സിലാവും. ഇനി 3യെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടും? 5. ആ 5നെ അവരുടെ ന്യൂമറേറ്റർ 5 × -2 -10 അല്ലേ? ഓക്കെ, ബ്രാക്കറ്റിലാണ് മൈനസ്. ഇനി 5 ആണ് 15 കിട്ടണം അല്ലേ? 15 കിട്ടാൻ 3 കൊണ്ട് ആ 3യെ അവരുടെ ന്യൂമറേറ്റർ -4 × 3 -12. പിന്നെ ബാക്കിയുള്ള -1/2. ഡിനോമിനേറ്റർ സെയിം ആയില്ലേ? ഓക്കെ, ആ തീർന്നില്ല. ഡിനോമിനേറ്റർ സെയിം ആയെന്നോട് തീർന്നില്ല. പിന്നെ സബ്ട്രാക്ട് ചെയ്യാനാ. നമ്മൾ സബ്ട്രാക്ഷൻ ഇല്ല, ആഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പം -10/15 ഇവിടെ തൊട്ട് മാറുക. ഈ മൈനസ് പ്ലസ് ആയി, ഈ മൈനസും പ്ലസ് ആയി. -1/2. ഇപ്പം എത്ര വന്നു? ഡിനോമിനേറ്റർ സെയിം ആണ് 15. ഇത് മൈനസും പ്ലസും. മൈനസും പ്ലസും വന്നാൽ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ അല്ലേ? 12 ൽ 10 പോകെ 2 പ്ലസ് ആയി -1/2. ഓക്കെ, ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണോ? അല്ല, ഡിനോമിനേറ്റർ സെയിം ആക്കണം. 15 × 2 LCM എത്രയാ? 15 × 2 മൾട്ടിപ്പിൾ ആണോ? അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 15 × 2 ചെയ്യും. അപ്പൊ അതായത് നമ്മുടെ പുതിയ ഡിനോമിനേറ്റർ എത്രയാണ്? 30. 30 എഴുതി ഫസ്റ്റ് കേസിൽ. ഓക്കെ, 15 ആണ് പഴയത്. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് അല്ലേ? 15 × 2. ആ 2നെ മേളിൽ 2 × 2 4 മൈനസ് ഇവിടെ 30 ആണ്. ഇവിടെ എത്രയാണ്? 2 ആണ് പഴയത്. 2ന് എത്ര കൊണ്ട്? 15 കൊണ്ട്. 15 × 1 50. സബ്ട്രാക്ട് ചെയ്യാനാ. നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് ആക്കും. ഈ മൈനസ് എന്നാകും മക്കളെ? പ്ലസ്. ഇതെന്നായിരുന്നു? മൈനസ് ആകും /30. കണ്ടോ? ഡിനോമിനേറ്റർ സെയിം ആയല്ലോ. 30 തന്നെ. +4 -15. പ്ലസും മൈനസും വന്നാൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. 11 അല്ലേ? വലുതിൻ്റെ സൈൻ. അപ്പം എത്ര വരും? -11/30. സെയിം കിട്ടിയോ നമുക്ക്? ഇല്ല. ഇത് ഈക്വൽ ആണോ? അല്ല. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ഇതിൻ്റെ കൺക്ലൂഷൻ എങ്ങനെ എഴുതാം? റാഷണൽ നമ്പേഴ്സ് അണ്ടർ സബ്ട്രാക്ഷൻ ഇങ്ങനെ എഴുതും. റാഷണൽ നമ്പേഴ്സ് under subtraction is not additive. Okay, അപ്പോൾ അഡീഷൻ അഡിക്റ്റീവ് ആണ്, സബ്ട്രാക്ഷൻ അഡിക്റ്റീവ് അല്ല. മിക്ക കേസിലും അതെ അല്ലേ? നമ്മളിപ്പം ഇൻറ്റിജേഴ്സ് ഒക്കെ എടുത്താലും അങ്ങനെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നമ്മൾ പറയുന്ന പ്രോപ്പർട്ടിയെ അംഗീകരിക്കുന്നുണ്ടായിരിക്കും. ഡിവിഷനും സബ്ട്രാക്ഷനും അഡീഷനും സബ്ട്രാക്ഷനും അല്ല, അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ഡിവിഷനും മിക്ക കേസിലും ഇല്ല കേട്ടോ മക്കളെ. അപ്പം ഇതൊന്ന് കണ്ടിട്ട് ഇതൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കിയേ. റാഷണൽ നമ്പേഴ്സിന് സബ്ട്രാക്ഷൻ പഠിക്കണ്ടേ? റാഷണൽ നമ്പേഴ്സിന് സബ്ട്രാക്ട് ചെയ്ത് പഠിക്കേ, എന്നിട്ട് തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യം പാടായിട്ടൊക്കെ തോന്നും. ഈ ഡിനോമിനേറ്റർ സെയിം ആക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാലും ഒന്ന് ട്രൈ ചെയ്യും. ഓക്കെ മക്കളെ, ചാനൽ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ മക്കളെ, താങ്ക് യു.